കൊല്ലം തോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ 2 കടമുറികൾ തകർന്നു വീണു. കല്ലുപാലത്തിന് സമീപം രാജൻ എന്നയാൾ നടത്തിയിരുന്ന രാജൻ ഫ്ലവർ മാർട്ടും കൊയിലോൺ ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു ഭാഗവുമാണ് തകർന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കടകൾ തകർന്നു വീഴാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാർശ്വഭിത്തി നിർമ്മാണത്തിനായി മണ്ണെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കല്ലുപാലം ഉദ്ഘാടനത്തിന് ശേഷം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി മണ്ണെടുപ്പ് JCB ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് കടകളുടെ ഭിത്തിയിൽ വിള്ളൽ വീണു. മണ്ണെടുപ്പ് തുടർന്നതോടെ കെട്ടിടങ്ങൾ ഒരു ഭാഗത്തേക്ക് ചരിയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങി. കൊയിലോൺ ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു ഭാഗവും സമീപത്തെ പൂക്കടയും ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. യാതൊരുവിധ മുൻകരുതൽ എടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. ശാസ്ത്രീയമായിട്ട് രീതിയിൽ മണ്ണെടുപ്പ് നടത്തി അവർ എൻ്റെ കടയുടെ സൈഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് എനിക്ക് കാര്യമില്ലാത്തവനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്. 2 പെൺകുഞ്ഞുങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ. കാര്യം ആ കുഴപ്പമില്ല. ആ ഓണത്തിന് 4 വർഷത്തിന് മുമ്പ് പണിഞ്ഞപ്പോഴും എൻ്റെ കട അസൈറ്റ് പോയി. പിന്നെ മുകേഷിൻ്റെ മധ്യസ്ഥതയിൽ കെട്ടിത്തന്ന് ഒരു മുറി, പിന്നെ അതും ആ കടയും പോയി അസൈറ്റ്. അതിനിടയ്ക്ക് മനഃപൂർവ്വം ഉണ്ടാക്കി പണിയാണ്. അല്ലെങ്കിൽ കല്ലുപാലം സുന്ദരമായ പാലമായിരുന്നു. അത് എന്നിട്ട് ഇപ്പം ആയിരുന്നു. കല്ലുപാലം അമ്മമാരുടെ കാലത്ത് കെട്ടിയ കാലമായിരുന്നു. അന്ന് 200 ലോഡ് മണ്ണെടുത്ത് കൊച്ചിലാമ്പട്ടിക്ക് വിടാൻ പറഞ്ഞ ഓരോ വീടുകൾക്ക് വിൽക്കുകയായിരുന്നു. ഇത് ഇന്നും ഇത്രയും മണ്ണ് ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കട തകർക്കണമെന്നുള്ള ദുർദ്ദേശം. പരമാവധി സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെയാണ് സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും നേരത്തെ തന്നെ തോടിന്റെ കരയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഉൾനാടൻ ജലഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.